അപ്പൊ എല്ലാവരും അവിടെ തന്നെ ഇരുന്നാൽ മതി, എഴുന്നേറ്റ് നിൽക്കൊന്നും വേണ്ട. ഒരു മിനിറ്റ് നേരം സൈലന്റ് നമ്മൾ മരിച്ചുപോയ നമ്മുടെ വിട്ടുപോയ ആൾക്കാരെ ഒക്കെ അനുസ്മരിക്കണം, അവർക്ക് നിത്യശാന്തി നേരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരിപാടിയാണ്. താങ്ക് യു എവരിബഡി. അടുത്തായിട്ട് സ്വാഗതം പറയുന്നത് നമ്മുടെ ഹീമോഫീലിയ സൊസൈറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ ദീർഘകാലമായിട്ട് നമ്മുടെ അംഗവും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ ഡോക്ടർ PM ഫിറോസ് ആണ്. അദ്ദേഹം നമ്മളോട് സ്വാഗതം പറയുന്നതിനായിട്ട് ഫിറോസിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ട രഘുവേട്ടൻ, നമ്മുടെ അതുപോലെ തന്നെ ഗോകുൽദാസ് സാർ, പിന്നെ ഡോക്ടർ സുശീൽ, ഡോക്ടർ റാഫി, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഈ ഓൺലൈൻ പരിപാടിക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ 17 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെ ഇത് രണ്ടാമത്തെ ഏപ്രിൽ 17 കഴിഞ്ഞ ഏപ്രിൽ 17 നമ്മൾ കുന്നംകുളത്ത് IMAയുടെ ഹാളിലൊക്കെ വലിയ പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ വന്നത്. പക്ഷെ അന്ന് നമുക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അടുത്ത ഏപ്രിൽ 17 നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. നിർഭാഗ്യവശാൽ ഇപ്പൊ ഈ 2001 ഏപ്രിൽ 17 നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരികയാണ്. എങ്കിലും അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഇതിന്റെ പ്രവർത്തകരോട് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പം ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിട്ടുള്ള പ്രൊഫസർ ഗോകുൽദാസ് സാറിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഗോകുൽദാസ് സാറിനൊന്നും നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ അച്ഛനെയും അമ്മേനെയൊക്കെ മറന്നാൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാരെ മറക്കില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ്. എങ്കിലും സാറ് ഒരുപാട് കാലമായിട്ട് ഞാനും രഘുവേട്ടനും ഗോകുൽദാസൊക്കെ ഒരുപാട് കാലമായിട്ടുള്ള നമ്മളുടെ ഒരു വ്യക്തിബന്ധം, അല്ലെങ്കിൽ നമ്മുടെ ഹീമോഫീലിയ ഫാമിലിയുടെ ഒരു സാറിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് ഇനാഗുറേഷൻ ചെയ്യാൻ വന്നിട്ടുള്ള ഡോക്ടർ സുശീല, ജൂബിലിയുടെ മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂരിന്റെ വൈസ് പ്രിൻസിപ്പളും കൂടിയിട്ടുള്ള ഡോക്ടർ സുശീല മാഡത്തിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്നെ 2 വയസ്സിൽ എനിക്ക് ഹീമോഫീലിയ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്ത ഹോസ്പിറ്റലാണ്. അപ്പോൾ എനിക്കൊരു ആത്മബന്ധമുള്ള ഹോസ്പിറ്റലാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡോക്ടർ സുശീല മാഡത്തിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഹീമോഫീലിയ റിലേറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് എടുക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് റാഫി സാറ് നമ്മളെ HCTയുടെ കീ പേഴ്സൺ കൂടിയാണ്. അപ്പം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നമുക്ക് അന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും തൃശ്ശൂരുള്ള ഹീമോഫീലിയ രോഗികൾക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ മുഹമ്മദ് റാഫി സാറിനെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ റാഫി സാറിനെ കാണുന്നില്ല, സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല രഘുവേട്ടനെ, അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു മനസ്സിന്റെ ആത്മബന്ധമാണ്. അപ്പൊ രഘുവേട്ടനെ കൂടി ഈ സ്വാഗതം ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ നമ്മുടെ ഈ മറ്റു ഭാരവാഹികളായ പിന്നെ ബഗീഷ്, റഫീഖ്, ഷഫീഖ്, മറ്റു എല്ലാ പ്രവർത്തകരെയും, നമ്മുടെ കുന്നംകുളം ചാപ്റ്ററിന്റെ എല്ലാ മെമ്പർമാരെയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മറ്റേതില് ഓൺലൈനായിട്ട് നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ പലരും ഉണ്ടാവും. നമ്മൾ ലിങ്കൊക്കെ ചിലർക്കൊക്കെ അയച്ചു കൊടുത്ത് അവരുണ്ടെങ്കിൽ ഈ ഹീമോഫീലിയോട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ഗോകുൽദാസ് സാറെ രഘുവേട്ടൻ ക്ഷണിക്കും. ഞാൻ എന്റെ കർമ്മം ഈ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഈ സ്വാഗതം ചെയ്യാന്നുള്ള കർത്തവ്യം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫിറോസ്. ഗോകുൽദാസ് സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നാലും എനിക്ക് പറയാനുള്ളത് നമ്മൾ 25 വർഷം തികയുന്ന വർഷമാണ്. ഈ വർഷത്തിൽ നമ്മൾ ഹീമോഫീലിയയെ കുറിച്ച് ആധികാരികമായി മലയാളത്തിൽ ഒരു ഗ്രന്ഥം ഇറക്കുകയാണ്. അതിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം 90% സ്വീകരിച്ചിരിക്കുകയാണ്.
സമീപ മാസങ്ങളിൽ നമ്മളത് പ്രസിദ്ധീകരിക്കും. ഗോകുൽദാസ് സാറ് മാത്രമല്ല നമ്മുടെ ഏറ്റവും ദീർഘകാലമായി നമ്മുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ആളുമാണ്. സാറിനെ ഞാൻ വളരെ ബഹുമാനപുരസരം ഇതിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട രഘുനന്ദനൻ, ഡോക്ടർ സുശീലൈന, ഡോക്ടർ റാഫി, ഡോക്ടർ ഫിറോസ്, നമ്മുടെ കുടുംബാംഗങ്ങള്, വാസന്തി ചേച്ചിയെ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ച് രഘുനന്ദനം സൂചിപ്പിച്ചു. നമുക്ക് ഏതാണ്ട് 2-3 മാസത്തിനകത്ത് ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ വർഷത്തെ ഹീമോഫീലിയ സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അഡാപ്റ്റിംഗ് ടു ചേഞ്ച് എന്നാണ് അതിന്റെ. അഡാപ്റ്റിംഗ് ടു ചേഞ്ച്. കാരണം നമ്മുടെ ഒരു പുതിയ ലോകമാണ്. 2019 COVID-19 നമ്മളെ ഞെട്ടിപ്പിച്ചതിന് ശേഷം ലോകം മൊത്തം അങ്ങ് മാറിപ്പോയി. പക്ഷെ നമ്മൾ മാറില്ല. വി ആർ സ്റ്റിൽ ടുഗദർ. നമ്മൾ ഒന്നിച്ച് തന്നെ നിൽക്കും. നമുക്ക് സാംസ്കാരികമായി, പ്രാദേശികമായി ഒരുപടി വൈവിധ്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടെ രക്തം ഒന്നാണ്. കാരണം രക്തം ചെറിയ കാര്യമില്ല. പഴയ നിയമത്തിലെ ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്. അതെല്ലാവരും ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ഹീമോഫീലിയക്കാരും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തെന്നാൽ രക്തം പ്രാണനാകുന്നു. ആ ടൈറ്റിലായിരിക്കും നമ്മുടെ പുസ്തകം പുറത്തു വരും. രക്തം പ്രാണനാകുന്നു. നമുക്ക് രക്തത്തെക്കുറിച്ചുള്ള ധാരണകൾ, സങ്കല്പങ്ങൾ ഒക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാവും. ശരിയാവും. രക്തമേ വിവിധ കമ്പണൻസിലേക്ക് ആക്കാം. ഓരോരുത്തർക്കും ആവശ്യമുള്ളത് കൊടുക്കാൻ പറ്റും. ഹീമോഫീലിയ രംഗത്താണെങ്കിൽ ഏറ്റവും പുതിയ മോണോക്ലോണൽ ആന്റിബോഡി പ്രോഡക്റ്റ് ആയ ഇമാസിസുമാബ് വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ ലഭ്യമാകാൻ സാധ്യത വളരെ അടുത്തായിട്ടുണ്ടെന്ന് മാതൃഭൂമിയിലെ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ഫോർ ഓൾ എന്നുള്ള മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകണം. ഞാൻ ഇപ്പോഴത്തെ WFH പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. COVID-19 pandemic has made life challenging for people with bleeding disorder. But we can't stop striving for treatment for all. The World Hemophilia Day is a platform for showing the world that our community is resilient and we will overcome this new challenge as we have come together to meet other challenges in the past. സിസാർ ഗാരിഡോയുടെ ഈ സന്ദേശത്തോടൊപ്പം ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ സുശീല ഇൻഹ. സുശീല ഇൻഹനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇതിന്റെ ഉദ്ഘാടനത്തിനെ ക്ഷണിച്ചതിൽ ഏറ്റവും അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒരു പക്ഷേ ഇത്രയും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഡോക്ടർ ഉണ്ടോ എന്ന് സംശയമാണ്. അവര് ട്രാൻസ്മിഷൻ മെഡിസിന്റെ ഒരു അതോറിറ്റിയാണ് ഇന്ത്യയിലെ. മാത്രമല്ല, ഒരുപാട് വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ട്രാൻസ്മിഷൻ മെഡിസിന്റെ ഇൻചാർജ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ഹീമോഫീലിയ ട്രീറ്റ്മെന്റ് സെന്റർ ജൂബിലിയിൽ തുടങ്ങുകയും നൂറുകണക്കിനല്ല അതിലധികം രോഗികളെ പരിചരണം നൽകാനും കഴിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഒരു കാലഘട്ടത്തില് ഇന്ത്യയിലെ അറിയപ്പെടുന്ന വോളിബോൾ താരം കൂടിയായിരുന്ന മേരി ചാക്കോ എന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ സുശീല ഇൻഹ. അവര് വളരെ ബഹുമാന പുരസ്സരം, വളരെ സന്തോഷ പുരസ്സരം, വളരെ അഭിമാന പുരസ്സരം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുകയാണ്. ഡോക്ടർ സുശീല. താങ്ക് യു രഘുനന്ദൻ സർ. ഈ സാറ് എപ്പോഴും ഈ വോളിബോളിന്റെ കാര്യം പറഞ്ഞ് സാർ എന്നെ പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോവാണ്.
എന്തായാലും സാറും ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു, യൂണിവേഴ്സിറ്റി പ്ലെയർ ഒക്കെ ആയിരുന്നു എന്ന് എനിക്കറിയാം. താങ്ക്സ് ഫോർ ദിസ് ഫങ്ഷൻ. ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു നമ്മളുടെ ഫങ്ഷൻ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തപ്പോഴത്തേനൊന്നും നടത്താനുള്ള ഒരു ബുദ്ധിമുട്ടായി. ഈ പ്രാവശ്യം നടത്തണം എന്ന് വിചാരിച്ചതും നടക്കാൻ പറ്റാണ്ടായി. എന്നാലും ഇപ്പൊ എല്ലാം ഒരു നിയർ നോർമലാണ്. നമ്മളെല്ലാവരും ഒരു നിയർ നോർമലിലേക്കാണ് പോകുന്നത്. ബിക്കോസ് നമ്മളുടെ എല്ലാവരുടെയും ജീവിത രീതിയും വേറെയായി, മാസ്കുകളും ഇപ്പൊ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഈ ചേഞ്ചിലേക്ക് അഡോപ്റ്റ് ചെയ്യാണ്. ഏറ്റവും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിലെ എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ടു ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് ഹീമോഫീലിയ സൊസൈറ്റി. ഞാനിവിടെ ജൂബിലിയിൽ ജോയിൻ ചെയ്ത സമയം മുതൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പല കാരണങ്ങളാൽ ലാബ് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യണം, ഈ ഉള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ അത് നടക്കാണ്ട് പോയി. ആ ഒരു എനിക്ക് തോന്നുന്നു 2011-12 ആ കാലഘട്ടത്തിലാണ് സാറുമായിട്ട് ബന്ധപ്പെടാനും ഹീമോഫീലിയ കുന്നംകുളം ഹീമോഫീലിയ സൊസൈറ്റിയുമായിട്ട് ചേർന്ന് കോംപ്രിഹെൻസീവ് ഹീമോഫീലിയ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങണം എന്നൊരു പ്ലാൻ ഇടുകയും അതിന് ഇവിടുത്തെ ഡയറക്ടർ നമ്മളെ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് വി വർ ഏബിൾ ടു സ്റ്റാർട്ട്. അന്ന് APTT മാത്രം ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. സ്ലോലി ജൂബിലിയിൽ ഇപ്പം നമുക്ക് ഫാക്ടർ 8, ഫാക്ടർ 9 ചെയ്യാം. മിക്സിംഗ് സ്റ്റഡീസ് ഉണ്ട്, ഇൻഹിബിറ്റർ സ്ക്രീനിങ്ങും ഇൻഹിബിറ്റർ അസേയും ഉണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു കുറേം കൂടെ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം taking prophylaxis at home, training for parents to do hemophilia prophylaxis injection വീട്ടിലെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഹീമോഫീലിയ പേഷ്യന്റ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ വിൽ ബിക്കം നോർമൽ. നമ്മൾ റെഗുലറായിട്ട് ഫാക്ടർ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ പേഷ്യൻസ് നോർമലായിട്ട് നടക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യത്തിനെ കുറിച്ചും സർക്കാരിൽ നമ്മൾ കുറെ കൂടെ സമ്മർദ്ദം ചെലുത്തി ഫാക്ടർ ലഭ്യത കൂട്ടാനും എല്ലാ ഹീമോഫീലിയ പേഷ്യൻസിനും പ്രോഫിലാക്റ്റിക്കലി ഹീമോഫീലിയ ഓൺ ഡിമാൻഡ് മാറ്റിയിട്ട് പ്രോഫിലാക്റ്റിക് ട്രീറ്റ്മെന്റ് തുടങ്ങാനും ഉള്ളൊരു അവസ്ഥ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ വെർച്വൽ മീറ്റിംഗ് ഫോർ വേൾഡ് ഹീമോഫീലിയ ഡേ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു ഡോക്ടർ സുശീല. ഒരുപാട് അടുത്തതായിട്ട് സമയത്തിന്റെ പരിധി ഉണ്ട്, അതുകൊണ്ടാണ് അടുത്തതായിട്ട് നമ്മുടെ അവയർനെസ് പ്രോഗ്രാം ഓൺ ഹിമോഫീലിയ ആൻഡ് റിലേറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ആണ്. അത് നമ്മുടെ പക്ഷേ സമീപ കാലഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന എൻ്റെ കൊച്ചനിയും കൂടിയായിട്ട് ഡോക്ടർ മുഹമ്മദ് റാഫി. അദ്ദേഹമാണ് ഈ പരിപാടി നടത്താൻ പോകുന്നത്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം, വാത്സല്യപൂർവ്വം, ബഹുമാനപൂർവ്വം, സ്നേഹപൂർവ്വം ക്ഷണിക്കാം. റാഫി. താങ്ക് യു സാർ. എന്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളത്തിന് താങ്ക്സ് പറയുന്നു, പിന്നെ ഈ ഒരു അവസരം തന്നതിനും, പിന്നെ എസ്പെഷ്യലി ഇന്നത്തെ ഈ ഡേന്റെ പ്രത്യേകത April 17, 2021 സാർ ഗോകുൽദാസ് സാർ ഓൾറെഡി പറഞ്ഞതുപോലെ ഇപ്രാവശ്യത്തെ മോട്ടോ അഡാപ്റ്റിംഗ് ടു ചേഞ്ച് എന്നാണ്. അപ്പോൾ ടിൽ 1 വീക്ക് ബിഫോർ വരെ നമ്മൾ അത് നോർമൽ പ്രോഗ്രാം എന്ന രീതിയിൽ കുന്നംകുളത്ത് വെച്ച് നടത്താനായിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് ഡ്യൂ ടു കോവിഡ് സർച്ച് വി കുഡ് നോട്ട് ഡു ഇറ്റ് ആൻഡ് വി ആർ മേക്കിംഗ് ഇറ്റ് വെർച്വൽ ദിസ് ടൈം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു അവയർനെസ് ടോക്ക് എടുക്കാവോ എന്ന് സാർ ഇന്നലെ വിളിച്ചു. അപ്പോൾ സമയത്തിന്റെ ഒരു കുറവുണ്ട്, അതിന്റെ ഇടയിൽ എനിക്ക് പറ്റുന്നത്ര ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. സോ ദിസ് ടൈംസ് മോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് അഡാപ്റ്റിംഗ് ടു ചേഞ്ച്, സസ്റ്റൈനിങ് കെയർ ഇൻ എ ന്യൂ വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്രാവശ്യത്തെ ഈ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ കോവിഡ് കാരണം പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ വെർച്വൽ മീറ്റിംഗ് തന്നെ അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ മാസ്ക്, സാനിറ്റൈസേഷന്, ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ്സ് ആയി നിൽക്കുന്നതൊക്കെ കുറയ്ക്കുക, അതൊക്കെ
ഈ എത്രമാത്രം ഹീമോഫീലിയ പേഷ്യൻസിനെ ബാധിച്ചിട്ടുണ്ട്, അത് ബാധിക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയന്റെ ഭാഗമായിട്ടാണ് വേൾഡ് ഹീമോഫീലിയ ഡേ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രാങ്ക് ഷ്നാബൽ ഇൻ 1963. അങ്ങേര് ഒരു മില്യനയർ ആയിരുന്നു ഇൻ കാനഡ, ബട്ട് ഹി ഹാഡ് ഹീമോഫീലിയ. സോ ഹി ഭയങ്കര വർക്ക് ചെയ്തു ദാറ്റ് പേഷ്യൻസ്, ഹീമോഫീലിയ ഉള്ള ആൾക്കാർ ഇത് കാരണം ബുദ്ധിമുട്ടരുത് എന്നുള്ളത്. വേൾഡ് ഹീമോഫീലിയ ഡേ സെലിബ്രേഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 1989. ഈ ടോക്കിന്റെ ഇടയിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഒരു 10 ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ വേണമെങ്കിൽ ഉത്തരം ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഉത്തരം പറയുന്നത്, ഓരോരോ ചോദ്യത്തിനും ഫസ്റ്റ് ഉത്തരം പറയുന്ന ഡോക്ടർ ഫിറോസ് സാറിന് വേണമെങ്കിൽ ഒന്ന് നോക്കാം ആരാണ് ചെയ്യുന്നത് എന്നുള്ളത്. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലെങ്കിലും ചെയ്താൽ നല്ലത് എന്ന രീതിയിലാണ്. ഫസ്റ്റ് ചോദ്യം, എന്തുകൊണ്ട് ഏപ്രിൽ 17 നമ്മൾ ആചരിക്കുന്നു എന്നുള്ളതാണ്. ഉത്തരം പുറത്തു വന്നു എന്ന് തോന്നുന്നു. ഏപ്രിൽ 17 എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഏപ്രിൽ 17 നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം? അതിന്റെ പിന്നിലുള്ള രഹസ്യമല്ല, പരസ്യമാണ്. ഏപ്രിൽ 17 വാസ് ചൂസൺ ഇൻ ഹോണർ ഓഫ് ഫ്രാങ്ക് ഷ്നാബലിന്റെ ബർത്ത്ഡേ ആണ്. ഹി വാസ് എ മോൺട്രിയൽ ബിസിനസ് മാൻ ബോൺ വിത്ത് ഹീമോഫീലിയ. അതാണ് അങ്ങേരുടെ ഫോട്ടോ. നെറ്റിൽ നോക്കിയപ്പോൾ പഴയ ഒരു ഫോട്ടോ കിട്ടിയിട്ടുള്ളൂ, പുതിയത് കിട്ടിയിട്ടില്ല. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇപ്പം ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ ബ്ലഡ് എന്തുകൊണ്ട് ക്ലോട്ട് ആവുന്നു അല്ലെങ്കിൽ ബ്ലഡ് എന്തുകൊണ്ട് ക്ലോട്ട് ആവുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ അസുഖത്തിന്റെ ഒരു പ്രാധാന്യം. അപ്പോൾ നോർമലി ഒരാളുടെ ശരീരത്തിലൂടെ ബ്ലഡ് ഒഴുകുന്നതിന്റെ കാരണം എന്താണ്? അത് ഒരുപാട് കട്ട പിടിക്കാനും പാടില്ല, ഒരുപാട് കട്ട പിടിക്കാതിരിക്കാനും പാടില്ല. കാരണം എന്താ, മുറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കട്ട പിടിച്ചിട്ടില്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കില്ല. പക്ഷെ ആവശ്യമില്ലാതെ കട്ട പിടിച്ചുകൊണ്ടിരുന്നാലോ നമുക്ക് സ്ട്രോക്ക്, അറ്റാക്ക് എന്നൊക്കെ വരും. അപ്പോൾ ഒരു ഹീമോസ്റ്റാറ്റിക് ബാലൻസ് എന്ന് പറയും. അപ്പം നമുക്ക് ക്ലോട്ടിംഗ് ഫാക്ടറും വേണം, ആന്റി ക്ലോട്ടിംഗ് ഫാക്ടറും വേണം. അതിന്റെ ഒരു ബാലൻസ് ആയിട്ടാണ് ജീവിതം, ഏത് കാര്യമാണെങ്കിലും മുന്നോട്ട് പോകുന്നത് ഒരു ബാലൻസിലായിരിക്കാം. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ബ്ലഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചുവന്ന കളറാണ്. അതിൽ ഏത് ഫാക്ടറാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് കുറവ് വരുന്നത് നോക്കുകയാണെങ്കിൽ, ബ്ലഡിനെ എടുത്ത് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം വെച്ചാലും മതി, അല്ലെങ്കിൽ എക്യുപ്മെന്റിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ അടിയിലേക്ക് സെറ്റിൽ ആവുന്ന ഭാഗമാണ് നമ്മുടെ ചുവന്ന രക്താണുക്കൾ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ വരുന്നതാണ് മഞ്ഞ ഓർ പ്ലാസ്മ എന്ന് പറയും. അതിന് നടുക്ക് വരുന്നതാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റും WBC. സാധാരണ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിൻ വരും, അതിന് കൂടെ WBC കൗണ്ട് വരും, പിന്നെ വരുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റും WBC എന്ന് പറഞ്ഞിട്ടുള്ളത് അടങ്ങുന്ന ഭാഗമാണിത്. ചുവന്ന രക്താണുക്കളാണ് താഴെ വരുന്നത്. മുകളിൽ വരുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, കാരണം മെയിൻലി വെള്ളമാണ്, പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് പലതും ഉണ്ട്. ഈ മഞ്ഞ ഭാഗത്താണ് നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നിൽക്കുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ഈ പാർട്ടിലാണ് മിക്കവാറും സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ഈ മഞ്ഞ ഭാഗം എന്ന് ഉദ്ദേശിക്കുന്ന പ്ലാസ്മയിൽ ഉണ്ടാവുന്ന പ്രോട്ടീന്റെ ബുദ്ധിമുട്ടുകളായതുകൊണ്ട് ഈ പേഷ്യൻസിന് പണ്ടൊക്കെ കൊടുത്തിരുന്നത് പ്ലാസ്മ പോലത്തെ പ്രൊഡക്റ്റുകളായിരുന്നു. അപ്പൊ അതാണ് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓർക്കേണ്ടത്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണ രക്തകട്ട പിടിക്കാൻ ആവശ്യമുള്ള ചെറിയ കോശങ്ങളാണ്, വളരെ ചെറിയ കോശങ്ങളാണ്. അത് സാധാരണ രീതിയിൽ 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് ശരീരത്തിൽ ആവശ്യമുള്ള കൗണ്ട്. WBC എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചുവന്ന രക്തമാണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ശരീരത്തിലെ ഓക്സിജൻ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഓർഗൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റെഡ് സെൽസ്. പക്ഷെ ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് സംഭവിക്കുമ്പോൾ മഞ്ഞ മാത്രമല്ല പോകുന്നത്, മഞ്ഞന്റെ കൂടെ മൊത്തം ബ്ലഡ് ആയിട്ടായിരിക്കും ബ്ലീഡിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വിളർച്ച ഉണ്ടാവുന്നത്. അതുകൊണ്ട് ചില സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ബ്ലഡ് ഉൾപ്പെടെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. ഇനി കുറച്ച് വീഡിയോസ് പോലെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. സാധാരണ ഒരു മുറിവ് സംഭവിക്കുമ്പോൾ അവിടെ ആദ്യം സംഭവിക്കുന്ന അവിടെ നിന്ന് അത് എങ്ങനെയെങ്കിലും ബ്ലഡ് നിർത്താൻ വേണ്ടി ശരീരത്തിന്റെ ധമനികൾ, ഈ വെയിൻസ് അല്ല ആർട്ടറീസ് ഒന്ന് ചുരുങ്ങാൻ നോക്കും, എത്രയും പെട്ടെന്ന് അതിൽ കൂടെ പുറത്തോട്ട് പോകുന്ന ബ്ലഡ് കുറക്കാൻ വേണ്ടി. പിന്നെ അവിടത്തേക്ക് വരുന്നതാണ് പ്ലേറ്റ്ലെറ്റ് വന്നിട്ട് ആദ്യം ഒരു സിമെന്റ് ഇടുന്നതുപോലെ ഇട്ട് നോക്കുന്നതാണ്. പക്ഷേ ആ സിമെന്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ കോയാഗുലേഷൻ ഫാക്ടേഴ്സ്. അപ്പൊ ആദ്യം നടക്കുന്ന ചുരുങ്ങലാണ്. ചുരുങ്ങിയതിന് ശേഷം പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് പോയി നിൽക്കും. ഒരു സിമെന്റ് മണലൊക്കെ ഇടുമ്പോഴാണ്. പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല തേച്ച് ഉറപ്പിക്കണമെങ്കിൽ അതിലേക്ക് ഫാക്ടർ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവണം. അതിനെ ഒന്നും കൂടി ആനിമേഷൻ കാണിക്കുകയാണെങ്കിൽ സാധാരണ ആദ്യം ഒന്ന് ചുരുങ്ങുന്നതിന്റെ പല വീഡിയോസ് ആണ് ഇതിൽ കാണുന്നത്. ചുരുങ്ങിയതിന്റെ ശേഷം അവിടത്തേക്ക് പ്ലേറ്റ്ലെറ്റ്സ് പോയി അടയുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്. ഒരു മുറിവ് വന്നു, പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ പോയി അടയുന്നു. പ്ലേറ്റ്ലെറ്റ്സ് അടഞ്ഞാൽ മാത്രം പോരാ, പ്ലേറ്റ്ലെറ്റ്സിന്റെ പുറമെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ
ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അതിന്റെ മുകളിൽ പോയി. ഇപ്പൊ കളറിൽ നോക്കുകയാണെങ്കിൽ ഈ പച്ച കളർ ലാസ്റ്റ് പോകുന്നതാണ് ഫാക്ടേഴ്സ് പോയിട്ട് അതെങ്ങനെയെങ്കിലും അടക്കുന്നതാണ് നമ്മുടെ നോർമൽ ആൾക്കാർക്ക് ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇതിലത്തെ ഏതെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിലത്തെ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ഫാക്ടറിന്റെ കുഴപ്പങ്ങളോ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാക്കാം. അപ്പോൾ മെയിൻ തിങ്സ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ബ്ലീഡിങ് ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നോക്കുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഉണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സിലത്തെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഇതിലത്തെ കുറവുകളോ അല്ലെങ്കിൽ ഇതിൽ ഉണ്ടാവുന്ന ഫംഗ്ഷന്റെ പ്രശ്നങ്ങളോ ആണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലത്തെ ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവാം, അളവ് കൂടിയാലും ചിലത് പറയല്ലോ എണ്ണം കൂടിയാലും ബ്ലീഡിങ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. കുറയുന്ന സിറ്റുവേഷനിൽ ബ്ലീഡിങ് ഉണ്ടാവുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു അസുഖത്തിൽ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ITP അസുഖത്തിൽ പ്ലേറ്റ്ലെറ്റ് കുറയും, ബ്ലീഡിങ് ഉണ്ടാവാം. പ്ലേറ്റ്ലെറ്റ് കൂടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് എസെൻഷ്യൽ ത്രോംബോസൈറ്റീമിയ എന്ന് പറയുന്നത്. പിന്നെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് നോക്കുകയാണെങ്കിൽ നോർമൽ ആയിരിക്കാം, പ്ലേറ്റ്ലെറ്റ് നോർമൽ ആയിരിക്കും. പക്ഷെ ഉള്ള പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ അബ്നോർമൽ ആവുന്ന ചില സിറ്റുവേഷൻസ് ആണ് ഈ ഗ്ലാൻസ്മാൻസ് ത്രോംബോസ്തീനിയ, ബെർണാഡ് സുലിയർ. നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പേര് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. അപ്പൊ എന്താണ് ഒറ്റൊരു ഡയഗ്രാമിൽ മാത്രം എന്താണ് ബെർണാഡ് സുലിയർ, എന്താണ് ഗ്ലാൻസ്മാൻ എന്ന് കാണിക്കുന്നു. സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു മുറിവ് സംഭവിക്കുമ്പോൾ അതിലേക്ക് പ്ലേറ്റ്ലെറ്റ് വന്ന് ഒട്ടണം, ഒട്ടിയാൽ മാത്രമേ ഈ നമ്മുടെ ബ്ലീഡിങ് നിൽക്കുള്ളൂ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് തമ്മിൽ ഒട്ടാൻ ഒരു മുറിവുണ്ടാകുമ്പോൾ പ്ലേറ്റ്ലെറ്റ് വന്ന് നമ്മുടെ ബ്ലീഡിങ് നിർത്താൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ബെർണാഡ് സുലിയർ. ഒരു പ്ലേറ്റ്ലെറ്റ് മാത്രം വന്നാൽ പോരല്ലോ, പല പല പ്ലേറ്റ്ലെറ്റുകൾ വരണം, എന്നാൽ മാത്രമേ ആ മുമ്പ് കാണിച്ച വീഡിയോ അനുസരിച്ച് നമുക്ക് ബ്ലീഡിങ് നിൽക്കാൻ സഹായിക്കുള്ളൂ. അപ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ തമ്മിൽ അടക്കുന്നത് ഒരുമിച്ച് വരുന്നത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് ഗ്ലാൻസ്മാൻ ത്രോംബോസ്തീനിയ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് വന്ന് മുറിവുള്ളിടത്തേക്ക് വന്ന് നിർത്തുന്നതിന് ബെർണാഡ് സുലിയറും പ്ലേറ്റ്ലെറ്റുകൾ തമ്മിലുള്ള അറ്റാച്ച്മെന്റിനെ ബുദ്ധിമുട്ടിക്കുന്ന അസുഖത്തിന് ഗ്ലാൻസ്മാൻ ത്രോംബോസ്തീനിയയും പറയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യം ചുരുങ്ങണം, ചുരുങ്ങിയതിന് ശേഷം പ്ലേറ്റ്ലെറ്റ് വരണം, പ്ലേറ്റ്ലെറ്റ് വന്ന് സിമെന്റ് ഇട്ടതിന് ശേഷം വേണം നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ശരീരത്തിൽ സാധാരണ രീതിയിൽ നമ്പറിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. നമ്പർ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിച്ചത് മുതലാണ് 13ാമത്തത് വരെ എത്തുന്നത്. അപ്പൊ ആദ്യം കണ്ടുപിടിച്ചത് ഫാക്ടർ 1, പിന്നെ കണ്ടുപിടിച്ച ഫാക്ടർ 2, പിന്നെ ഫാക്ടർ 3, ഫാക്ടർ 4. ഇതിനനുബന്ധമായിട്ടൊരു ചോദ്യമുണ്ട്, ഈ ഫാക്ടർ 9 വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന്. ഒരു 5 സെക്കൻഡ് തരാം, ചാറ്റ് ബോക്സിൽ ആർക്കെങ്കിലും ഉത്തരം ചെയ്യാം. ഉത്തരം ഫിറോസ് സാറിന് വേണമെങ്കിൽ ഒന്ന് നോക്കാം, ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ പല ഫാക്ടേഴ്സിന് പല പേരുകളാണ്. ഫാക്ടർ 9ന്റെ പേരാണ് ക്രിസ്മസ് ഫാക്ടർ. അപ്പൊ ദിസ് ഇസ് ജസ്റ്റ് ടു നോട്ട്. ഫാക്ടർ 9ന്റെ മറ്റൊരു ഒന്ന് അവിടുന്ന് എനേബിൾ ചെയ്യാൻ പറ്റുമോ നോക്കാം, എനേബിൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ സാധാരണ രീതിയിൽ നോർമലി ഒരാൾക്ക് എത്ര ഫാക്ടർ വേണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ സാധാരണ ഒരു 50% മുതൽ 150% വരെയാണ് നോർമലി ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫാക്ടേഴ്സ്. 1 മുതൽ 13 വരെയുള്ള ഫാക്ടേഴ്സിനും ഏകദേശം ഇതുപോലെ തന്നെയാണ്. എപ്പോഴാണ് ഒരു ഫാക്ടർ ഉള്ള ഒരു ഫാക്ടറിന്റെ കുറവ് നമ്മൾ സിവിയർ എന്ന് പറയുന്നത്? സിവിയർ എന്ന് പറയുന്നത് 1% കുറവാണ് ഫാക്ടറിന്റെ അളവെങ്കിൽ അവരെ സിവിയർ, ഇപ്പോൾ ഫാക്ടർ 8 ആണെങ്കിൽ സിവിയർ ഹീമോഫീലിയ എ എന്ന് പറയും, 9 ആണെങ്കിൽ ഹീമോഫീലിയ ബി എന്ന് പറയും. അതേപോലെ മോഡറേറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ശതമാനം 1% മുതൽ 5% വരെ ആയിരിക്കും. മൈൽഡ് ഹീമോഫീലിയ അല്ലെങ്കിൽ മൈൽഡ് ഫാക്ടർ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 5% മുതൽ 40% വരെ ആയിരിക്കും. എന്ന് പറയുമ്പോൾ 50% മുതൽ 150% വരെ ആണ് നോർമൽ. അതിൽ താഴോട്ടുള്ളത് പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബട്ട് ഈ ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതനുസരിച്ചാണ് അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ മുമ്പത്തെ ചോദ്യത്തിന്റെ ഉത്തരം ക്രിസ്മസ് ഫാക്ടർ എന്നാണ് ഫാക്ടർ 9ന്റെ പേര്. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബ്ലീഡിങ് സാധാരണ രീതിയിൽ പ്ലേറ്റ്ലെറ്റ് വേണം, വെസൽസ് കോൺട്രാക്ട് ചെയ്യും, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ഉണ്ടാവും. ഈ രണ്ടെണ്ണത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ഇത് എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലേറ്റ്ലെറ്റിന്റെ കുറവ് കാരണവും ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ കുറവ് കാരണവും ബ്ലീഡിങ് ഉണ്ടാവാം. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു നമുക്ക് ടൈം പരിമിതി ഉണ്ട് ഈ ഒരു ടോക്കിന്. അപ്പൊ 40 മിനിറ്റ് ആണ്, അതിൽ 10 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ എന്ന് കാണിക്കുന്നു. അപ്പോൾ വീണ്ടും ഇത് കട്ടാവുകയാണെങ്കിൽ ഇതേ ലിങ്ക് തന്നെ വീണ്ടും റീജോയിൻ ചെയ്താൽ മതി. വേരിയസ് ഫോംസ് ഓഫ് ബ്ലീഡിംഗ് നോക്കുകയാണെങ്കിൽ പല രീതിയിൽ പല ആൾക്കാർക്ക് ബ്ലീഡിംഗ് ചുണ്ടിലുണ്ടാവുന്ന, കാലിലുണ്ടാവാം, ജോയിന്റിൽ ഉണ്ടാവുന്നുണ്ടാവാം, പിന്നെ മൂക്കൊലിപ്പ് അല്ലെ മെൻറേജ്, മൂക്കില് ബ്ലീഡിംഗ് വരുന്നത്, പിന്നെ യൂറിനിലോ അല്ലെങ്കിൽ മെൻസസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടത്, പല രീതിയിലത്തെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവാം. അപ്പൊ നമുക്ക് ഏതൊരാളോടും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും ഇരിക്കേണ്ടതാണ് അവർ സത്യസന്ധതയോട് കൂടി അവിടുത്തെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയണം. കാരണം അവരോട് എങ്ങനെയാണ് ഈ ബ്ലീഡിംഗ് വന്നത്, എത്ര കാലം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്തപ്പോഴാണോ വന്നത്, ഇത് കാരണം
എന്തെങ്കിലും ബ്ലഡ് കയറ്റേണ്ടി വന്നിട്ടുണ്ടോ, ആ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കുമ്പോൾ അത് സത്യസന്ധമായിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കണം. പാസ്റ്റ് പ്രോബ്ലംസ്, ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ ഹിസ്റ്ററി, എത്ര ദിവസം ഉണ്ടാവും, എത്ര പാഡ് മാറ്റേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ. ട്രോമ ഓർ സർജിക്കൽ, എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ, ഇതിന് മുമ്പ് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ, അന്ന് ബ്ലഡ് കയറ്റിയിട്ടുണ്ടോ, അന്ന് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ. പിന്നെ ഡെന്റൽ, പല്ല്, അതാണ് ഒരു മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ. ഡെന്റൽ എക്സ്ട്രാക്ഷൻ സമയത്ത് നിങ്ങൾക്ക് ബ്ലീഡിങ്ങിന്റെ അനുബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ. ഇഞ്ചുറീസ് ആൻഡ് ചൈൽഡ് ബർത്ത് എന്ന് പറയുമ്പോൾ പ്രസവ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പ്രസവിക്കുന്നതിനോ അനുബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ. കുട്ടികൾ ബർത്ത് ഇഞ്ചുറി, എന്തെങ്കിലും ജനിച്ച ഉടനെ തന്നെ തലിന്റെ മുകളിലൊരു മുഴ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അംബ്ലിക്കൽ സ്റ്റം ബ്ലീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊക്കിൾ കൊടി എന്നുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാം, നിൽക്കാത്തൊരു അവസ്ഥ, അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ സർക്കംസിഷൻ, നമ്മുടെ സുന്നത്ത് കല്യാണത്തിന്റെ സമയത്ത്, അതാണ് സാധാരണ രീതിയിൽ മിക്കവാറും ആൾക്കാരെ ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. സർക്കംസിഷനോട് അല്ലെങ്കിൽ സുന്നത്ത് കല്യാണത്തിനോട് അനുബന്ധമായിട്ട് ബ്ലീഡിംഗ് നിൽക്കാത്തതോ ബ്ലഡ് കയറ്റേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് മിക്കവാറും ആൾക്കാർക്ക് ഹീമോഫീലിയ കണ്ടുപിടിക്കുന്നത്. പിന്നെ അതർ ഹിസ്റ്ററി ആകുമ്പോൾ എന്തെങ്കിലും സ്പെസിഫിക്കലി ഡ്രഗ് എടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും മരുന്ന് എടുത്തിട്ടുണ്ടോ. പിന്നെ ഫാമിലി ഹിസ്റ്ററി, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലി ഹിസ്റ്ററി ഓഫ് മുമ്പ് പറഞ്ഞതുപോലെ അംബ്ലിക്കൽ സ്റ്റം ബ്ലീഡിങ്ങോ സർക്കംസിഷനോ ഉണ്ടെങ്കിൽ അവരെ ആ കുടുംബത്തിൽ വേറെ ഏതെങ്കിലും കുട്ടികൾ സർക്കംസിഷന് പോകുന്നതിന് മുന്നോടിയായിട്ട് എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. അല്ലാതെ നേരിട്ട് പോയിട്ട് സുന്നത്ത് ചെയ്ത് അത് അനുബന്ധമായിട്ട് ബ്ലീഡിങ് വന്ന് ബുദ്ധിമുട്ടാവുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രം ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ അത് പ്ലേറ്റ്ലെറ്റ് പ്രോബ്ലം ആണോ കോയാഗുലേഷൻ പ്രോബ്ലം ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ രീതിയിൽ ചുവന്ന പാടുകളായിട്ട് വരുന്നത് പ്ലേറ്റ്ലെറ്റിന്റെ പ്രോബ്ലങ്ങളായിരിക്കും. ബട്ട് നീ അല്ലെങ്കിൽ ജോയിന്റിന്റെ അകത്ത് വരുന്നത് കോയാഗുലേഷന്റെ പ്രോബ്ലം ആയിരിക്കും. പിന്നെ ആണുങ്ങളിലാണ് ഒരു സാധാരണ രീതിയിൽ കോയാഗുലേഷൻ ഫാക്ടേഴ്സിന്റെ പ്രോബ്ലം കാണുന്നത്. ബട്ട് പ്ലേറ്റ്ലെറ്റിന്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വോൺ വില്ലി-ബ്രാൻഡ് ഡിസീസോ ഒക്കെ യൂഷ്വലി കാണുന്നത് കൂടുതൽ സ്ത്രീകളിലാണ്. സാധാരണ നിങ്ങൾ ബ്ലഡ് ലാബിൽ വന്നാൽ ടെസ്റ്റ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കും, ബ്ലീഡിംഗ് ടൈം നോക്കും. ബ്ലീഡിംഗ് ടൈം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം, കയ്യിൽ ഇങ്ങനെ 3 കുത്ത് കുത്തിയിട്ട് എത്ര നേരം കൊണ്ട് ബ്ലീഡിംഗ് നിൽക്കുന്നു, അത് നോക്കുന്നത് പ്ലേറ്റ്ലെറ്റിന്റെ പ്രോബ്ലമാണ്. പിന്നെ ചെയ്യുന്നത് PT APTT ടെസ്റ്റ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ APTT എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് കൂടുമ്പോഴാണ് നമുക്ക് ഒരാൾക്ക് ഹീമോഫീലിയ ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ 2 ടെസ്റ്റുകളിലും മുമ്പ് പറഞ്ഞതുപോലെ പ്ലാസ്മയിലേക്ക് ഒരു റിയേജന്റ് ആഡ് ചെയ്യും. ആ റിയേജന്റ് ആഡ് ചെയ്തതിനു ശേഷം കട്ട പിടിക്കാനുള്ള സമയം കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറിന്റെ പ്രോബ്ലം ഉണ്ട്. സാധാരണ രീതിയിൽ PT ആണെങ്കിൽ ഒരു 15 സെക്കൻഡിനുള്ളിലും APTT 45 ആണെങ്കിൽ നമുക്ക് നോർമലാന്ന് പറയാം. ഒരു റിയേജന്റ് നിങ്ങൾ ബ്ലഡിലേക്ക് ഒഴിക്കുന്നു, എത്ര നേരം കൊണ്ട് അത് കട്ടുപിടിക്കുന്നു. കട്ടുപിടിക്കുന്നതിന്റെ സമയം ഒരുപാട് എടുക്കുമ്പോൾ അത് ഒരു കോയാഗുലേഷൻ ഫാക്ടർ ഡെഫിഷ്യൻസി ആവാനുള്ള ഇതുണ്ട്. പിന്നുള്ളത് ഫാക്ടർ 13 ആണ്. അത് നമ്മളെ സൊസൈറ്റിയിൽ ഒരു 5-6 പേരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് PTയും APTT നോർമൽ ആയിരിക്കും, ബട്ട് അവർക്ക് ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഉണ്ടാവാം. ബട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളെ അതിന്റെ ഹിസ്റ്ററി ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറ്റുന്നു, നിങ്ങൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ, ഡ്രഗ് ഉണ്ടോ, ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നോ, ബ്ലീഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് സത്യസന്ധതയോടുകൂടി പറയണം. ഇത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ PT APTT ആണ്. ഫൈബ്രിനോജൻ ഡെഫിഷ്യൻസിയുള്ളയും കുറച്ച് പേരുകളുണ്ട്, അവർക്ക് രണ്ടും കൂടും. PTയും APTTയും അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കൂടിയിരിക്കും. സാധാരണ ഇത് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ ലാബിൽ നിന്ന് നിങ്ങൾ ബ്ലഡ് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ജൂബിലിയിലേക്ക് വരികയാണെങ്കിൽ അതിൽ നീല ട്യൂബിലാണ് എടുത്ത് കൊണ്ടുവരേണ്ടത്. അപ്പം ചില സ്ഥലങ്ങളിൽ, മിക്കവാറും സ്ഥലങ്ങളിൽ അറിയാം, എന്നാലും നമുക്ക് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നീല ട്യൂബിലല്ല പല സ്ഥലത്തുനിന്നും വരുന്നത്. അപ്പോൾ ബ്ലഡ് എടുത്തിട്ട് വിത്തിൻ 4 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്യണം, ഏത് കോയാഗുലേഷൻ ടെസ്റ്റിംഗ് ആണെങ്കിലും. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം മിക്കവാറും പുറത്തുള്ള ലാബുകളിൽ നിന്നൊക്കെ ബ്ലഡ് ആയിട്ട് നമ്മൾ അറിയുന്ന പേഷ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് നീല ട്യൂബിൽ 4 മണിക്കൂറിനുള്ളിൽ ബ്ലഡ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. പക്ഷെ 4 മണിക്കൂർ കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ഫാക്ടർ 13 ആണെങ്കിലും അതേപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്ലോട്ട് ഉണ്ടോ ഇല്ല, ക്ലോട്ട് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഫാക്ടർ 13 കുറവും, ക്ലോട്ട് അതേപോലെ നിലനിൽക്കുകയാണെങ്കിൽ ഫാക്ടർ 13 നോർമൽ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഹീമോഫീലിയയെ കുറിച്ച് കുറച്ച് പറയാം. ഹീമോഫീലിയ നോൺ ആസ് റോയൽ ഡിസീസ് ആണ്. റോയൽ ഡിസീസ് എന്ന് പറയാൻ കാരണം അത് ഫസ്റ്റ് ക്യൂൻ വിക്ടോറിയ, അതിന്റെ അനുബന്ധമായിട്ട് അവരുടെ ഫാമിലിയിൽ പല പല രാജകുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഹീമോഫീലിയന്റെ പല പല വിഭാഗങ്ങൾ. ഹീമോഫീലിയ ഈസ് എ ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ്. അത് ഒരിക്കലും പകർച്ചവ്യാധി പോലെയല്ല. ദാറ്റ് ഈസ് ദേ കനോട്ട് ക്യാച്ച് ഇറ്റ് ഫ്രം സംവൺ. ആൻഡ് ഹീമോഫീലിയ A ഫാക്ടർ 8 ഡെഫിഷ്യൻസി ആണ്, ഹീമോഫീലിയ B ഫാക്ടർ 9 ഡെഫിഷ്യൻസി ആണ്. നെക്സ്റ്റ് ഒരു ചോദ്യം, റോയൽ ഡിസീസ് ഏതായിരുന്നു ശരിക്കും? ഹീമോഫീലിയ A ആയിരുന്നോ, ഹീമോഫീലിയ B ആയിരുന്നോ? ഒരു 3 സെക്കൻഡ് തരാം ചാറ്റ് ബോക്സ്. ഹീമോഫീലിയ B. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, ഹീമോഫീലിയ C എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? 3 സെക്കൻഡ്സ്. ഫാക്ടർ 11 ഡെഫിഷ്യൻസി. ഓക്കെ, ഹീമോഫീലിയ C ഫാക്ടർ 11 ഡെഫിഷ്യൻസി ആണ്.
പിന്നെ നമുക്ക് പറയാനുള്ള ഹീമോഫീലിയ ഒരു ജനറ്റിക് ഡിസോർഡർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണ് എന്ന് പറയുമ്പോൾ എക്സ് ക്രോമസോമിലാണ് അതിന്റെ ജീൻ കിടക്കുന്നത്. എക്സ് ക്രോമസോമിന്റെ അറ്റത്ത്, കാരണം 28th പൊസിഷനും 27th പൊസിഷനുമാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് പറഞ്ഞാൽ സ്ത്രീകളിൽ 2 എക്സ് ഉണ്ട്, മെയിൽസിൽ 1 എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂഷ്വലി ഒറ്റ എക്സ് മാത്രം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹീമോഫീലിയ ആവും. അതുകൊണ്ടാണ് മെയിൽസിന് മോർ ചാൻസ് ഓഫ് ബിക്കമിങ് ഹീമോഫീലിയാക്. അപ്പോൾ ജീൻ ഫോർ ഫാക്ടർ 8ഉം ഫാക്ടർ 9ഉം എക്സ് ക്രോമസോമിലാണ്. പിന്നെ ഈ ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ പോലും 1 in 3 babies born with hemophilia have no family history. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു സിവിയർ ആണെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന മിക്കവാറും ആൾക്കാർക്ക് സിവിയറിറ്റി ലെവൽ വിൽ ബി കൺസിസ്റ്റന്റ് ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സ്. അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു ചോദ്യം, ക്വസ്റ്റ്യൻ 5 ആണ്. ഹൗ മെനി പെയർസ് ഓഫ് ക്രോമസോം ഉണ്ട് ഹ്യൂമൻസിൽ? 3 seconds. മറ്റാരെങ്കിലും പറയട്ടെ, ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ 23 പെയർസ് ഓഫ് ക്രോമസോംസ് ആണുള്ളത്. 46 ഇൻ ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് 23 ഫ്രം നമ്മുടെ അച്ഛൻ, 23 ഫ്രം അമ്മ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ഈ ആ XYയിൽ മാത്രമാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. മെയിൽ ആണെങ്കിൽ XY ആയിരിക്കും, ഫീമെയിൽ ആണെങ്കിൽ XX ആയിരിക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ തരാം. സാധാരണ സ്ത്രീകൾ കാരിയേഴ്സ് ആവുന്ന അവരുടെ ഫാദറിൽ നിന്ന് എക്സിന്റെ ഓർ ഹീമോഫീലിയ ഉള്ള ആളിൽ നിന്നാണ് അവരുടെ മകൾ കാരിയർ ആവുന്നത്. മാൻ വിത്ത് ഹീമോഫീലിയ പാസസ് ദ ജീൻ ടു ഓൾ ഹിസ് ഡോട്ടേഴ്സ് ബട്ട് നോട്ട് ടു ഹിസ് സൺസ്. ഡോട്ടേഴ്സ് ആർ ഓൾ കോൾഡ് ആസ് കാരിയേഴ്സ്. അപ്പോൾ അച്ഛനിൽ നിന്ന് മകളിലേക്ക് എത്തുന്നു, അതാണ് കാരിയർ. ഈ കാരിയർ ഒരു നോർമൽ മെയിലുമായിട്ട് കല്യാണം കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾ, ഇഫ് കാരിയർ ഹാസ് എ ബേബി ദർ ഇസ് 1 in 2 ചാൻസ് ദാറ്റ് ഷീ വിൽ പാസ് ഓൺ ദ ഹീമോഫീലിയ ജീൻ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏത് എക്സ് ആണ് ബോയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫീമെയിലിനെ സംബന്ധിച്ചോളം 50% ചാൻസ് ഉണ്ട്. ഹീമോഫീലിയ ഉള്ള ജീനും കൊടുക്കാം, ഹീമോഫീലിയ ഇല്ലാത്ത ജീനും കൊടുക്കാം. അപ്പോൾ 50% ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ മക്കൾ ഫീമെയിൽ മകളുകളും പകുതി കാരിയേഴ്സും പകുതി നോർമലും ആയിരിക്കും. അപ്പോൾ ഇഫ് പാസ്ഡ് ടു എ സൺ he will be having hemophilia, if passed to a daughter she will be a carrier. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യം നോക്കാം. ഹെൽത്തി വുമൺ, ഹീമോഫീലിയാക് മാൻ, അവർക്ക് ഉണ്ടാവുന്ന ഈ കുട്ടി എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലോ ചാർട്ട് വേണമെങ്കിൽ നോക്കാം. അവർക്ക് ഹെൽത്തി ആണ് വുമൺ, അപ്പോൾ 2 എക്സും നോർമൽ ആണ്. ബട്ട് ഹീമോഫീലിയ മാൻ ആണ് XH. അപ്പോൾ ഇവിടെ എന്താണെന്നാണ് ഒരു ചോദ്യം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹീമോഫീലിയ ഉള്ള കുട്ടികൾ എന്താ ഉണ്ടായിരിക്കണേ? ആര് ചോദിച്ചാലും മറുപടി പറയൂ. ആരെങ്കിലും പറയാനുണ്ടോ? കേൾക്കുന്നില്ല. അപ്പം കാരിയർ ആയിരിക്കും, ഈ ഫീമെയിൽ കാരിയർ ആയിരിക്കും. ഇവിടെയോ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഒരു കോഡ് പോലെ കൊടുത്തിട്ടുണ്ട്, എക്സും വൈ ആണ്. അപ്പം നോർമൽ വൈ ആണ് വന്നിരിക്കുന്നത്, ഇവിടുന്ന് നോർമൽ എക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നോർമൽ ഹെൽത്തി ബോയ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരാം, ഓൺലി മെയിൽസ് ആണോ അഫക്റ്റഡ് വിത്ത് ഹീമോഫീലിയ? മെയിൽസിന് മാത്രമേ ഹീമോഫീലിയ വരുള്ളൂ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഫീമെയിൽസ് ക്യാൻ ഓൾസോ ഹാവ് ഹീമോഫീലിയ ബട്ട് ഇറ്റ് ഈസ് മച്ച് റയറർ. എപ്പോഴാണ് സംഭവിക്കുക? പിന്നെ ഫീമെയിൽ ഹാസ് ഹീമോഫീലിയ എപ്പോഴാണ് സംഭവിക്കുക? ബോത്ത് എക്സ് ക്രോമസോംസ് ആർ എഫക്റ്റഡ്. അത് വളരെ റയർ ആയിരിക്കും. കാരണം ഹീമോഫീലിയ കാരിയർ മദറും ഹീമോഫീലിയാക് ഫാദറിൽ നിന്നും ഉണ്ടാവുന്ന കുട്ടികൾ മാത്രമേ ഹീമോഫീലിയാക് ഫീമെയിലായി മാറുള്ളൂ. പിന്നുള്ളത് വൺ ഇസ് അഫക്റ്റഡ് ആൻഡ് അതർ ഇസ് മിസ്സിംഗ് എന്ന് പറയുമ്പോൾ ഡബിൾ എക്സ് ആണല്ലോ നമ്മുടെ ഫീമെയിൽസ്. അതിലത്തെ ഒരു എക്സ് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു എക്സ് മാത്രം വർക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും അവർക്ക് ഹീമോഫീലിയ ഫീമെയിൽസിൽ കാണാം. ഇൻ ദീസ് ഫീമെയിൽസ് ബ്ലീഡിംഗ് സിംറ്റംസ് ആർ സിമിലർ ടു മെയിൽസ്. മെയിൽസിനെ പോലെ തന്നെ ആയിരിക്കും അവരുടെ സിംറ്റംസ്. ബട്ട് മെൻറേജ് അവർ മെൻസ്ട്രൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഇടക്കിടക്ക് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഹീമോഫീലിയ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് ക്വിസ് അല്ല ചോദ്യം. കാരണം എന്താ പറഞ്ഞാൽ അക്യുറേറ്റ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും 39% ആൾക്കാരെ മാത്രമേ ഡയഗ്നോസ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പേര് ഇത്രയാണ്. യൂഷ്വലി ഒരു ഹീമോഫീലിയ പേഷ്യന്റ് അല്ലെങ്കിൽ ഹീമോഫീലിയ കുട്ടി എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്? ഒരു മെയിൽ ചൈൽഡ് ആയിരിക്കും. യൂഷ്വലി അവർ എത്തുന്നത് ഫസ്റ്റ് ബ്ലീഡിംഗ് തന്നെ എത്തണമെന്നില്ല. പെയിൻ ആൻഡ് സ്വെല്ലിംഗ് നീ ജോയിന്റ് ആണ് സാധാരണ കാണാറ്. അവരെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഈസി ബ്രൂസബിലിറ്റി എന്ന് പറയുമ്പോൾ തട്ടുമ്പോൾ മുട്ടുമ്പോൾ ഒരു നീല കളർ വരുന്ന ഒരു സിറ്റുവേഷൻ വരാം. അവർക്ക് സാധാരണ രീതിയിൽ ചുവപ്പ് പുള്ളികൾ വരുന്നത് കൈമോസിസ് ഓർ പെറ്റൈക്ക് എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റിന്റെ ഡിസോർഡറിന്റെ ഫൈൻഡിങ്സ് ഉണ്ടാവാറില്ല. അവർ ഫീവറോ അല്ലെങ്കിൽ അങ്ങനത്തെ സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. അവർ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ മിക്കവാറും അവരുടെ അങ്കിൾ എന്ന് പറയുമ്പോൾ അമ്മാവന്റെ ഒരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അമ്മന്റെ സിസ്റ്ററിന്റെ മക്കളിൽ ഒക്കെ കാണുന്നതായിട്ട് കാണാം. സാധാരണ ഒരു ഡ്രഗ് ഹിസ്റ്ററിയോ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. ബേസിക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ
ഹീമോഗ്രാം ഒക്കെ നോർമൽ ആയിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നത് ഹീമോഗ്ലോബിൻ, ടോട്ടൽ കൗണ്ട്, പ്ലേറ്റിൽ കൗണ്ട് ഒക്കെ നോർമൽ ആയിരിക്കും, പി ടി നോർമൽ ആയിരിക്കും, ബ്ലീഡിംഗ് ടൈം നോർമൽ ആയിരിക്കും, ബട്ട് APTT പ്രൊലോങ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് സാധാരണ രീതിയിൽ അവർ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. യൂഷ്വൽ മാനിഫെസ്റ്റേഷൻ എങ്ങനെയൊക്കെയാണ്? ഹീമോഫീലിയ ക്യാൻ അഫക്ട് എനി ഓർഗൻ ഇൻ ദ ബോഡി. ജോയിന്റ്സ് ആണ് മോസ്റ്റ് കോമൺ, മസിൽസ്, സോഫ്റ്റ് ടിഷ്യൂ, മൗത്ത്, ഗംസ് ഒക്കെ വരാം. ഇതിന്റെ ഭാഗമായിട്ട് അടുത്തൊരു ചോദ്യമുണ്ട്, കോമണസ്റ്റ് അഫക്റ്റഡ് ജോയിന്റ് ഏതാണെന്ന്. 8ാമത്തെ ചോദ്യമാണ്. സോറി, 8ആയി, 7 ചോദ്യം മിസ്സായി. 8ാമത്തെ ചോദ്യമാണ്. അത് ഒരു 5 seconds തരാം. ആർക്കെങ്കിലും ഫസ്റ്റ് ഉത്തരം പറയുന്നവരെ ഫിറോസ് ഡോക്ടർ ഒന്ന് നോക്കണം. 1, 2, 3, 4, 5. ഓക്കെ. അപ്പോൾ കോണസ്റ്റ് അഫക്റ്റഡ് ജോയിന്റ് നീ ജോയിന്റ് ആണ്. അതിന്റെ പല ജോയിന്റ്സും, മോസ്റ്റ് ഓഫ് ദ ജോയിന്റ്സ് അഫക്റ്റഡ് ആണെങ്കിൽ നീ ജോയിന്റ് ആണ് മോസ്റ്റ് കോമൺ. പിന്നെ എൽബോ, ആങ്കിൾ, ഷോൾഡർ ആൻഡ് അതർ ജോയിന്റ്സ്. അപ്പോൾ ഹിസ്റ്ററി വേണം, നമ്മൾ എക്സാമിൻ ചെയ്യണം, ലാബ് ടെസ്റ്റുകൾ ചെയ്യണം. അതിന്റെ അനുബന്ധമായിട്ടാണ് നമ്മൾ ഡെഫിനറ്റ് ഡയഗ്നോസിസ് ഓഫ് ഹീമോഫീലിയ ചെയ്യുന്നത്. ഹീമോഫീലിയയിൽ APTT പ്രൊലോങ്ങേഷൻ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചെയ്യുന്ന ഫസ്റ്റ് ടെസ്റ്റിന്റെ പേരാണ് മിക്സിംഗ് സ്റ്റഡി എന്നത് പറയാം. അപ്പോൾ നോർമലി ഒരു APTT കൂടിയ ഒരു സാമ്പിൾ നമ്മൾ എടുക്കും. അതിന്റെ കൂടെ നോർമലായിട്ട് APTT ഉള്ള ഒരാളുടെ സാമ്പിൾ എടുത്ത് മിക്സ് ചെയ്ത് നോക്കും. അപ്പോൾ അതിന്റെ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, ഒരു ഹീമോഫീലിയ ഉള്ള ഒരാൾക്ക് മോസ്റ്റ് പ്രോബ്ലി 0% ഓർ ലെസ് ദാൻ 5 ആയിരിക്കും. ബട്ട് നോർമൽ ഉള്ള ആൾക്കാർക്ക് ഒരു 50 മുതൽ 150 വരെ ഉണ്ടാവാമല്ലോ. അപ്പൊ അത് മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ടറിന്റെ വാല്യൂ ഒരു 50% ആവും. ഈ സാമ്പിൾ എടുത്ത് നമ്മൾ APTT ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ആവും. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റിലാണ് ഇത്. ഈ ഫസ്റ്റ് പറഞ്ഞ പേഷ്യന്റിനുള്ളത് ഒരു ഫാക്ടറിന്റെ കുറവാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഹീമോഫീലിയ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം നമ്മളത് മിക്സ് ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ ആളുടെ നോർമൽ പ്ലാസ്മയാണ്. ഇതിൽ നിന്ന് ഫാക്ടറിന്റെ കുറവാണെന്ന് കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു ഹീമോഫീലിയ ആണെന്ന് ഉറപ്പുള്ള ആളുടെ സാമ്പിൾ, ഇപ്പോൾ ഹീമോഫീലിയ A ആണെന്ന് ഉറപ്പുള്ള ഒരാളുടെ സാമ്പിൾ എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്താൽ കറക്റ്റ് ആയാൽ അയാൾക്ക് ഹീമോഫീലിയ A ആണെന്നില്ല, പക്ഷെ ഹീമോഫീലിയ B ആവാം. അപ്പൊ അങ്ങനെ ഈ കറക്ഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫാക്ടർ ഡെഫിഷ്യൻസി ആണെന്ന് കണ്ടുപിടിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലെസ് ദാൻ 1 ആണെങ്കിൽ സിവിയർ, 1 to 5 ആണെങ്കിൽ മോഡറേറ്റ്, 5 to 40 ആണെങ്കിൽ ഫാക്ടർ അസേ ചെയ്യണം. കാരണം ഇതിപ്പോൾ മുമ്പ് ചെയ്തത് സ്ക്രീനിങ് ടെസ്റ്റ് പോലെ മാത്രമാണ് മിക്സിങ്. അതിൽ നിന്ന് ഫാക്ടർ അസേ ചെയ്താൽ മാത്രമേ എത്ര ശതമാനമാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മൾ സിവിയറിറ്റി കണക്കാക്കുന്നത്. സിവിയറിറ്റി കണക്കാക്കുന്നതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ, സിവിയർ ആണെങ്കിൽ അവർക്ക് അവരുടെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം. മോഡറേറ്റ് ആണെങ്കിൽ ഒരു തട്ടോ മുട്ടോ ഒക്കെ സംഭവിച്ചാൽ മാത്രമേ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. മൈൽഡ് എന്ന് പറഞ്ഞാൽ വെരി മേജർ സർജറിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവാറുള്ളൂ. സിവിയർകാർക്ക് കുറച്ച് ഒരു വർഷത്തെ ബ്ലീഡിങ്ങിനെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചധികം ബ്ലീഡിങ് ഉണ്ടാവാം. മോഡറേറ്റുകാർ അതിലും കുറവായിരിക്കും. പക്ഷെ മൈൽഡുകാർക്ക് സാധാരണ രീതിയിൽ സ്പോണ്ടേനിയസ് വെറുതെ ഇരിക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ടു സേ 3 വേരിയന്റ് ഉണ്ട്. ഈ വേരിയേഷൻ അനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റുകളും വ്യത്യാസപ്പെടും. സാധാരണ ഹീമോഫീലിയ കെയറിന്റെ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത്, പെയിനും അവരുടെ ഡിസേബിലിറ്റി വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, നോർമൽ ലൈഫ് എക്സ്പെക്ടൻസി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സാധാരണ പെയിൻ എന്ന് പറഞ്ഞത് കൊണ്ട് പെയിനിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ മരുന്ന് കൊടുക്കരുത്, ഫാക്ടർ കൊടുത്തു നോക്കണം. ആസ്പിരിൻ ഓർ NSAID കൊടുക്കരുത്, കാരണം വീണ്ടും ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. പറ്റുന്നിടത്തോളം പാരസെറ്റമോളിൽ നിന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ നോക്കുക. ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ കൂടിയ മരുന്നുകളിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കൊടുത്തു നോക്കുക, പാരസെറ്റമോൾ കൊടുത്തു നോക്കുക. എന്നിട്ട് അതിലൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ മാത്രമേ കൂടുതലുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. NSAID അല്ലെങ്കിൽ ആസ്പിരിൻ ഈ സിറ്റുവേഷനിൽ കൊടുത്താൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഒരുപാട് കേട്ട് പരിചയമുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡിന്റെ മെഷേഴ്സ് അവരുടെ പ്രൈസ് എന്നറിയപ്പെടും. ആദ്യം എവിടെയാണോ പരിക്ക് പറ്റിയ സ്ഥലം നമ്മൾ സ്പ്ലിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇമ്മൊബൈൽ കുറച്ച് നേരത്തേക്ക് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുക, പിന്നെ റെസ്റ്റ് കൊടുക്കുക, പിന്നെ ഐസ് കൊടുക്കുക, പിന്നെ കംപ്രഷൻ. ഏത് പാർട്ടാണോ ബുദ്ധിമുട്ട് പറ്റിയത് ആ ഭാഗം പൊക്കി വെക്കുന്നതിനാണ് എലിവേഷൻ എന്ന് പറയുന്നത്. പ്രൈസ് എന്നാണ് അതിനെ ഷോർട്ട് ഫോം ആയിട്ട് അറിയപ്പെടുന്നത്. പിന്നെ എത്രയും പെട്ടെന്ന് ഫാക്ടർ കൊടുക്കാൻ നോക്കുക. പിന്നെ അപ്രോപ്രിയേറ്റ് ഡോസിങ്. അപ്പോൾ ഫാക്ടർ എങ്ങനെയാണ് സാധാരണ രീതിയിൽ കൊടുക്കാറ്? ഹീമോഫീലിയ A ആണെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ 2 നേരം വെച്ചിട്ടാണ് കൊടുക്കേണ്ടി വരിക. ബട്ട് ഫാക്ടർ 9 ഓർ ഹീമോഫീലിയ B ആണെങ്കിൽ അവർക്ക് 1 നേരം വെച്ചിട്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നവരെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പുതിയ ന്യൂവർ ഡ്രഗ്സ് വന്നിട്ടുണ്ട്, ഇൻക്രീസ്ഡ് ഹാഫ് ലൈഫ് ഒക്കെ ഉള്ള. പിന്നെ IV ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇൻട്രാമസ്കുലർ ആയിട്ട് കൊടുക്കാൻ പാടില്ല.
സെക്കൻഡ് കേസ് ഞാൻ വേറൊരു എക്സാമ്പിൾ ആക്കി തരികയാണ്. എക്സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നോൺ കേസ് ഓഫ് ഹീമോഫീലിയ ആണ്. അവർ ഓൾറെഡി ഇൻഫ്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇൻഫ്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും ബ്ലീഡിങ് വന്നു. ഇൻഫ്യൂഷൻ amount കൂട്ടിയിട്ടും അവർക്ക് വ്യത്യാസം വരുന്നില്ല. റിപ്പീറ്റഡ് ബ്രൂസബിലിറ്റി അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ സൈറ്റിൽ ബ്ലീഡ് ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ്. അപ്പോൾ അതിലത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവാം, ചില ആൾക്കാർക്ക് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇൻഹിബിറ്റർ ഉദ്ദേശിക്കുന്നത് നമുക്ക് സാധാരണ കൊടുക്കുന്ന ഫാക്ടർ അവർക്ക് മതിയാവാത്ത സിറ്റുവേഷൻ. എന്തുകൊണ്ടാണ് ഇൻഹിബിറ്റർ ഉണ്ടാവുന്നത്? നമ്മുടെ ബോഡിയിൽ ഹീമോഫീലിയ എ ഉള്ള ഒരാൾക്ക് അവരുടെ ബോഡിയിൽ 8 ഇല്ല, അതായത് ഫാക്ടർ 8 ഇല്ല. അപ്പോൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഏതൊരു സംഭവത്തിന്റെ അഗൻസ്റ്റ് ഒരു അലർജി പോലെ നമ്മളെ ബോഡി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇൻഹിബിറ്റർ. പുറത്തുനിന്ന് കൊടുക്കുന്നതാണല്ലോ, ഫാക്ടർ 8 നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനോട് ഒരു അലർജി പോലെ ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻഹിബിറ്റർ ഫോർമേഷൻ. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവാനുള്ള ഏറ്റവും സാധ്യത ആദ്യത്തെ 75 എക്സ്പോഷറാണ്. ആദ്യത്തെ 75 എക്സ്പോഷറിന്റെ അകത്താണ് ഏതൊരാൾക്കും ഇൻഹിബിറ്റർ വരാൻ സാധ്യത. അതിന് ശേഷം ഇൻഹിബിറ്ററിന്റെ സാധ്യത 5% ഉള്ളൂ. അങ്ങനെയാണ് കണക്ക്. പിന്നെ ഇൻഫെക്ഷൻ വരാം, ഇൻമൊബിലിറ്റി വരാം, ഇതൊക്കെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ബട്ട് മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ എന്ന് അറിയപ്പെടുന്നത് ഇൻഹിബിറ്റർ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇൻഹിബിറ്റർ നമ്മൾ കൊടുക്കുന്ന ഫാക്ടറിന്റെ എതിരെ ശരീരം ഉണ്ടാക്കുന്ന ഒരു ആന്റിബോഡിയാണ്. ഈ ഇൻഹിബിറ്ററിന്റെ പ്രിവലൻസ് കൂടുതൽ ഹീമോഫീലിയ എയിലാണ്, 20 to 30% ഉണ്ട്. ഹീമോഫീലിയ ബിയിൽ ഇൻഹിബിറ്റർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളെ സംബന്ധിച്ചോളം ആദ്യത്തെ 20 പ്രാവശ്യം ഫാക്ടർ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2 നേരം കൊടുക്കുന്നത് പോലും ഒരു എക്സ്പോഷർ ഡേ ആയിട്ടാണ് കൂട്ടുക. അപ്പോൾ ആദ്യത്തെ 20 എക്സ്പോഷറിൽ ആദ്യത്തെ 5 എക്സ്പോഷർ കൂടുമ്പോൾ കുട്ടികളിൽ ഇൻഹിബിറ്റർ സ്ക്രീൻ ചെയ്യണമെന്നാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയന്റെ കണക്കനുസരിച്ച് പറയുന്നത്. അതിന്റെ ശേഷം 21ാമത്തെ മുതൽ 50 എക്സ്പോഷർ ഡേയ്സിന്റെ ആണെങ്കിൽ ഓരോ 10 പ്രാവശ്യം കഴിയുന്നതിന്റെ അടുക്കാണ് ഇൻഹിബിറ്റർ സ്ക്രീൻ ചെയ്യേണ്ടത്. അതിന്റെ ശേഷം ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. അഡൾട്ട്സിനെ സംബന്ധിച്ചോളം പറയുന്നത് ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെ 12 മാസം കൂടുമ്പോൾ ഇൻഹിബിറ്റർ സ്ക്രീൻ ചെയ്യണമെന്നാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയ പറയുന്നത്. പിന്നുള്ളത് ഏതൊരു സർജറിക്ക് മുന്നും ഇൻഹിബിറ്റർ സ്ക്രീൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹീമോഫീലിയ എ അല്ലെങ്കിൽ ഹീമോഫീലിയ ബി ഉള്ള പേഷ്യന്റ് മാത്രമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഇൻഹിബിറ്റർ ഉള്ളവർക്ക് സർജറി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും കോംപ്ലിക്കേഷനും സാധ്യതയുണ്ട്. പിന്നെ ഒരു ട്രോമ വന്നു, അയാൾക്ക് ഒരുപാട് ഫാക്ടർ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും റീസെന്റ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഒറ്റയടിക്ക് ഒരാഴ്ചനുള്ള ഒരുപാട് ഫാക്ടർ കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവർ ഡിസ്ചാർജ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് നമ്മൾ ഇൻഹിബിറ്റർ ചെയ്യുന്നതാണ് നല്ലത്. ഇൻഹിബിറ്റർ സ്ക്രീനും നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഇൻഹിബിറ്റർ സ്ക്രീനും ഒരു APTT ബേസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. APTT നമ്മൾ 2 സാമ്പിളുകൾ മിക്സ് ചെയ്തിട്ട് അതിന്റെ ടൈം നോക്കിയിട്ടാണ് ഇൻഹിബിറ്റർ ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തുനിന്നൊക്കെ സാമ്പിൾ കൊണ്ടുവരികയാണെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും അതിന്റെ റിസൾട്ട് കിട്ടാൻ. അപ്പൊ അത് ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഹിബിറ്റർ ഉണ്ടെങ്കിൽ, സ്ക്രീൻ ചെയ്തിട്ട് ഇൻഹിബിറ്റർ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? ഇൻഹിബിറ്റർ ബെത്തസ്റ്റ അസേ എന്ന് പറഞ്ഞിട്ടുള്ള അസേ ചെയ്ത് നോക്കണം എത്രമാത്രം നമുക്ക് ഇൻഹിബിറ്റർ ഉണ്ടെന്ന്. അപ്പോൾ 5ൽ കുറവാണെങ്കിൽ അവരെ ലോ ടൈറ്റർ എന്നും 5ൽ കൂടുതലാണെങ്കിൽ അവരെ ഹൈ ടൈറ്റർ എന്നും പറയും. ഈ ലോ ടൈറ്റർ ആണെങ്കിൽ ഒന്ന് ഫാക്ടർ 8ന്റെ തന്നെ ഡോസ് ഒന്ന് കൂട്ടി നോക്കാം, ചില ആൾക്കാർക്ക് അവർക്ക് റെസ്പോണ്ട് ചെയ്യാം. ബട്ട് അവർക്ക് ഹൈ ടൈറ്റർ ആണെങ്കിൽ അവർക്ക് കൂടിയ മരുന്നുകൾ, അതാണ് ബൈപ്പാസിങ് ഏജൻസ്, ഫീബ അല്ലെങ്കിൽ നോവോ 7 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ചാണ് അവരുടെ ട്രീറ്റ്മെന്റ് വരുന്നത്. പിന്നെ ഒരിക്കലും ഒരു ഫാക്ടർ കൊടുത്താലോ അല്ലെങ്കിൽ മറ്റേ ട്രാനക്സ കൊടുത്താലോ ഒന്നും തീരുന്നതല്ല ഈ ഹീമോഫീലിയ ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണ് എന്ന് പറയുമ്പോൾ സർജനെ കാണേണ്ടി വരും, ഓർത്തോ കാണേണ്ടി വരും, നല്ല ലാബ് വേണ്ടി വരും, ഡെന്റൽ ഹെൽപ്പ് വേണ്ടി വരും. ഫിസിയോതെറാപ്പി ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം മിക്കവാറും ആൾക്കാർക്ക് ബ്ലീഡ് വരുന്നത് ജോയിന്റിലാണ്. അപ്പോൾ ഫിസിയോതെറാപ്പി ഇപ്പം നമ്മൾ ഈ യൂണിറ്റ് തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഭംഗിയായിട്ട് നോക്കുന്നുണ്ടെന്ന് കേട്ടു. പിന്നെ സൈക്കോ സോഷ്യൽ വർക്ക്, പറഞ്ഞാൽ നമ്മുടെ കൗൺസിലിംഗ് രമേശ് ചേച്ചി ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. നഴ്സിംഗ് കെയറും. അപ്പോൾ ഇതെല്ലാം കൂടിയും ഒരുമിച്ച് ഒരു കുഴക്കയിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത്. അതിനാണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. വാട്ട് ഈസ് പ്രൊഫൈലാക്സിസ്? അപ്പോൾ ഫാക്ടർ ഗിവൺ ആഫ്റ്റർ ബ്ലീഡിംഗ് ആണോ, ഡ്യൂറിംഗ് ബ്ലീഡിംഗ് ആണോ, ഒരു പ്രിവെന്റ് ബ്ലീഡിംഗ് ആണോ? ഒരു 5 സെക്കൻഡിനുള്ളിൽ ചാറ്റ് ബോക്സിൽ പറയാം. കാരണം എല്ലാവരും സംസാരിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ പ്ലീസ്. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. മൂന്നാമത്തെ ഫാക്ടറി അല്ല, ഫാക്ടർ ആണ്. ഫാക്ടർ ഗിവൺ ടു പ്രിവെന്റ് ബ്ലീഡിംഗ്. അപ്പോൾ പ്രൊഫൈലാക്സിസ് ഇപ്പോഴത്തെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയന്റെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മൾ പ്രൊഫൈലാക്സിസ് ആണ് ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇൻസുലിൻ കൊടുക്കുന്നത് പോലെ തന്നെ ഹീമോഫീലിയ ഉള്ളവർക്ക് ബ്ലീഡിങ് വന്നാലും വന്നിട്ടില്ലെങ്കിലും ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാക്ടർ കൊടുക്കുന്ന സിറ്റുവേഷൻ ആണ് പ്രൊഫൈലാക്സിസ് എന്ന് പറയാം. അപ്പോൾ ഇതുവരെ ഒരു ടിൽ റീസെന്റ് വരെ നമ്മൾ കൊടുത്തിരുന്നത് എന്താണ്, നമുക്കൊരു പരിക്ക് പറ്റിയാൽ മാത്രം നമ്മൾ ഫാക്ടർ എടുക്കുന്നു. ബട്ട് പ്രൊഫൈലാക്സിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ട്രീറ്റ്മെന്റ് ബൈ നമ്മൾ ഫാക്ടർ കൊടുക്കുന്നു പ്രിവെന്റ് ആന്റിസിപ്പേറ്റഡ് ബ്ലീഡിങ്. ഇപ്പോൾ ജൂബിലിയിൽ ഒരു 3 പേരുണ്ട് വരുന്നത്, തുടക്കത്തിൽ 10 പേരുണ്ടായിരുന്നെങ്കിലും 3 പേരായി. അപ്പൊ എന്നാന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് വീക്ക്ലി ചെറിയൊരു ഡോസ് ഫാക്ടർ കൊടുക്കുക. അപ്പോൾ അവരുടെ ബ്ലീഡ് വരാനുള്ള ടെൻഡൻസി കുറയും. അവർക്ക് സാധാരണ രീതിയിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇനിയൊരു പറഞ്ഞൊരു കുട്ടി ആൻസർ ചെയ്തിട്ടുണ്ട്. 9ാമത്തെ ചോദ്യം ഒരു നമ്മളെ കൂട്ടത്തിൽ കുറച്ചു പേര് എടുക്കുന്നുണ്ട്. വാട്ട് ഇസ് ദ ന്യൂ പ്രൊഡക്റ്റ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ബോത്ത് ഫാക്ടർ 8 and 9 ഇൻഹിബിറ്റർ? ഒരു 5 സെക്കൻഡ് തരാം. ന്യൂ പ്രൊഡക്റ്റ് ഫോർ ട്രീറ്റ്മെന്റ് ഫോർ ബോത്ത് ഫാക്ടർ 8 and ഫാക്ടർ 9 ഇൻഹിബിറ്റർ. അതിന്റെ ഉത്തരം ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ഇട്ടോന്നറിയില്ല. ഇമിസുസുമാബ് ആണ്. അത് നമ്മൾ കുറച്ച് പേര് എടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു ബൈസ്പെസിഫിക് ആന്റിബോഡിയാണ്. അപ്പൊ 8 ഉം 9 ഉം ഇൻഹിബിറ്റർ ഉള്ള ആൾക്കാർക്ക് വേണ്ടി കണ്ടുപിടിച്ച പുതിയൊരു ഡ്രഗാണ്. അത് സാധാരണ ഫാക്ടർ കൊടുക്കുന്നത് IV ആണെങ്കിൽ ഇത് സബ്ക്യൂട്ടേനിയസ് തൊലിപ്പുറത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയ ഡ്രഗാണ്. പക്ഷെ കോസ്റ്റ്ലി ആണ്. റീസെന്റ് അഡ്വാൻസസ് ഇപ്പോൾ മുമ്പ് ഉള്ളതുപോലെ പ്ലാസ്മ ഡിറൈഡ് അല്ല ഫാക്ടേഴ്സ്, ഇപ്പം ലോങ് ആക്ടിങ് ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹീമോഫീലിയ എക്ക് എലോക്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പം 2 നേരം കൊടുക്കുന്നതിന് പകരം 1 നേരം തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹീമോഫീലിയ ബിക്ക് എൽപ്രോളിക്സ് ഉണ്ട്. അതും ഇപ്പൊ ആസ് ഓഫ് നൗ ഫാക്ടർ 9 ഡെഫിഷ്യൻസിക്ക് ദിവസം 1 നേരം വെച്ചാണെങ്കിൽ ഇത് 2 ദിവസം കൂടുമ്പോൾ 1 നേരം കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്കൊക്കെ ഉള്ളതാണ്. പുതിയ ഡ്രഗ്സ് പലതും ട്രയലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലത്തെ പല പേരുകൾ കോൺസിസുമാബ്, ഇമിസുസുമാബ്, ഫിറ്റുസിറാൻ. അതിൽ ഇമിസുസുമാബ് ഇപ്പോൾ അവൈലബിൾ ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ യൂസ്ഡ് ഇൻ കേരള ഓൾസോ. ലോങ്ങർ ഹാഫ് ലൈഫ് ഉണ്ട്, സബ്ക്യൂട്ടേനിയസ്ലി കൊടുക്കാനും പറ്റും. നമ്മൾ വീക്ക്ലി ഡോസിങ് ഒക്കെ മതിയാവും. പിന്നെ ന്യൂവർ അഡ്വാൻസ്മെന്റ്സിൽ ഒരു ജീൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂവർ അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അതിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിവിയർ ഹീമോഫീലിയക്കാരെ എങ്ങനെയെങ്കിലും ഒരു മൈൽഡ് ഹീമോഫീലിയ ആക്കി മാറ്റുക എന്ന് ഉദ്ദേശിക്കുന്നത് ലെസ് ദാൻ 1% ഉള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും ഒരു 5% ആക്കണം. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ ജീൻ എക്സ് ലിങ്ക്ഡ് ആണ്, എക്സിലാണല്ലോ പ്രോബ്ലം. അപ്പോൾ ആ പ്രശ്നമുള്ള പാർട്ട് മാത്രം ശരീരത്തിലേക്ക് പറയുന്ന അത്ര എളുപ്പമല്ല, ഒരു വൈറസ് വഴി കടത്തി വിട്ട് ലിവറിൽ നിന്ന് ഫാക്ടറാണ് ഉണ്ടാക്കണമല്ലോ. 8 to 9 ലിവറിൽ നിന്നാണ് മെയിൻലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വെക്ടർ വഴി നമ്മുടെ ശരീരത്തിൽ ഫാക്ടർ 8ന്റെ ജീൻ അല്ലെങ്കിൽ 9ന്റെ ജീൻ ഉള്ളിൽ കയറ്റിയതിന് ശേഷം കുറച്ചെങ്കിലും ഫാക്ടർ ഉണ്ടാക്കാൻ. കാരണം ലെസ് ദാൻ 1 ആകുമ്പോൾ അവർ സീവിയർ ആയിരിക്കല്ലോ. ഇപ്പോൾ ഒരു മൈൽഡ് ആക്കി കഴിഞ്ഞാൽ പോലും അവരുടെ അമൗണ്ട് ഓഫ് ബ്ലീഡ് കുറക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിന്റെ ട്രയൽ ഇപ്പം ഇന്ത്യയിൽ CMC വെല്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ചോദ്യമാണ്, മോസ്റ്റ് കോമൺ ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡർ ഏതാണെന്ന്? ചാറ്റ് ബോക്സിൽ ഉത്തരം പറയാം. ഒരു 5 സെക്കൻഡ്സ് വേണമെങ്കിൽ തരാം. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് എന്നാണ്. അപ്പൊ ഹീമോഫീലിയ അല്ല, വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് ആണ്. 1% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 100 പേരിൽ ഒരാൾക്ക് വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് ഉണ്ട് എന്നാണ്. പക്ഷെ അത് ഇതേപോലെ തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് മോഡറേറ്റ് ഒന്നും സാധാരണ രീതിയിൽ ആരും കണ്ടുപിടിക്കില്ല. സിവിയർ ആണെങ്കിൽ സ്ത്രീകളിൽ മെൻസ്ട്രൽ ഡിസോർഡർ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഫ്രം ഗംസ് ഒക്കെ ആയിട്ടായിരിക്കും യൂഷ്വലി അവർ പ്രസന്റ് ചെയ്യുന്നത്. വോൺ വില്ലിബ്രാൻഡ് ഡിസീസിന്റെ ഒറ്റൊരു സ്ലൈഡിൽ ക്രോമസോം 12ലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇത് കാണാം. മൈൽഡ് സിംറ്റംസ് ആൻഡ് റെയർലി സിവിയർ. വുമനിലാണ് കൂടുതൽ കാണുന്നത്. അതിന്റെ ഡയഗ്നോസിസ് സാധാരണ രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ ലാബുകളിലും ഉണ്ടാവണമെന്നില്ല. ഇപ്പം കേരളത്തില് അമൃതയിലാണ് അതിന്റെ വോൺ വില്ലിബ്രാൻഡ് ടെസ്റ്റിങ്ങിന്റെ കുറച്ച് കൂടുതൽ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ ചിലപ്പോൾ ജൂബിലിയിൽ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ കുറവുകളോ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷന്റെ ഡിഫറൻസുകളോ ആണ് ഈ വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് വാക്സിനേഷൻ അനുബന്ധമായിട്ട് ചില സംശയങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ COVID-19 WFH വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയ ഗൈഡ് ലൈൻ അനുസരിച്ച് കൊടുക്കേണ്ടത് IM തന്നെയാണ്. സ്മോളസ്റ്റ് ഗേജ് നീഡിൽ. അപ്പൊ നീഡിലിന്റെ മുമ്പ് സാധാരണ കൊടുക്കുന്നതിനേക്കാളും കട്ടി കുറഞ്ഞ നീഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോട് സജസ്റ്റ് ചെയ്യണം.
10 മിനിറ്റ് എങ്കിലും നമ്മൾ ആ കുത്തിവെച്ച സ്ഥലത്ത് പ്രഷർ ചെയ്യണം, പ്രഷർ വെച്ചേക്കണം. ഒരുപാട് പ്രഷർ വെക്കണമെന്നല്ല, അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് പോസ്റ്റ് ഇഞ്ചക്ഷൻ. ഒരു 2 മുതൽ 4 മണിക്കൂറിന് ശേഷം ആ കുത്തിവെച്ച സ്ഥലത്ത് വലിയ കട്ടിയിൽ ഹെമറ്റോമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. ഫാക്ടർ കൊടുത്തിട്ട് വേണം ഇഞ്ചക്ഷൻ എടുക്കാൻ. അത് എല്ലാവർക്കും അല്ല, സിവിയർ or മോഡറേറ്റ് ഹീമോഫീലിയക്കാർക്കാണ് ഫാക്ടർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് കൊടുക്കണം എന്ന് സജസ്റ്റ് ചെയ്യുന്നത്. 10% മുകളിലാണ് അവർക്ക് ഹിസ്റ്ററി ഓഫ് വേറെ ബ്ലീഡുകൾ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഫാക്ടറിന്റെ ആവശ്യമില്ല. അത് എന്ന് ഉദ്ദേശിക്കുന്നത് മൈൽഡുകാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ അവർക്ക് പോയിട്ട് വാക്സിൻ എടുക്കാവുന്നതാണ്. പിന്നെ ഇമിസ്യൂസമാബ് എടുക്കുന്ന കുറച്ച് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കാണെങ്കിൽ എനി ടൈം വിത്തൗട്ട് ഹീമോസ്റ്റാറ്റിക് പ്രിക്കോഷൻ എടുക്കാമെന്നാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയ കോവിഡ് വാക്സിനേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ as you all know, കോവിഡ് ഇപ്പം ഒരു സെക്കൻഡ് വേവ് എന്ന് പറയാൻ പറ്റില്ല, സുനാമി എന്ന് പറയേണ്ടി വരും. നല്ലോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ജാഗ്രത പുലർത്തുക. SMS, സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ക്രൗഡഡ് പ്ലേസസ്, ക്ലോസ് കോണ്ടാക്ട് സെറ്റിംഗ്സ്, കൺഫൈൻഡ് സ്പേസസ് ഒക്കെ ഒഴിവാക്കുക. ആൻഡ് ലെറ്റ്സ് ഓൾ ഗെറ്റ് വാക്സിനേറ്റഡ് അറ്റ് ഏർലിയസ്റ്റ് ആൻഡ് ക്രഷ് ദ കർവ്. താങ്ക് യു. നമ്മൾ ഡോക്ടർ മുഹമ്മദ് റാഫി ഹിമോഫീലിയയെ കുറിച്ചും ഹിമോഫീലിയയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും നമ്മളോട് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഡോക്ടർ അതിന്റെ മറുപടി പറഞ്ഞു തരും. അതിനുള്ളൊരു അവസരം കൂടി ഇല്ല. ഡോക്ടർ റാഫി, ഹലോ. ഓക്കെ സർ, അവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചാലും ഞാൻ ഉണ്ടാവും. നേരിട്ട് ചോദിക്കാം. ആർക്കെങ്കിലും നേരിട്ട് ചോദിക്കണമെങ്കിലേ ചോദിച്ചോട്ടെ. എനിക്ക് അറിയുന്നത് ഞാൻ ഉത്തരം പറയാം, അറിയില്ലെങ്കിൽ ചോദിച്ചു പറയാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എനിക്കൊരു ചോദിക്കാനുണ്ടോ? ഡോക്ടർ റാഫി, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഹിമോഫീലിയക്കാർക്ക് കോവിഡ് വാക്സിൻ എടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ പറയും വാക്സിൻ എടുത്തതിന് ശേഷം വാക്സിൻ എടുത്ത ആ കൈ കുറെ അനക്കിക്കൊണ്ടിരിക്കണം ഒരു അരമണിക്കൂറേക്ക്. അപ്പൊ ഇത് ഹിമോഫീലിയക്കാരാണ് വാക്സിൻ എടുക്കണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? IM ആയിട്ട് എടുക്കാൻ പറ്റുമോ? അത് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ നന്നായി. ഞാൻ സ്ലൈഡ് ഇപ്പൊ ഇട്ടിട്ടുണ്ടായിരുന്നു സാറേ. അതിൽ പറഞ്ഞതനുസരിച്ച് അവര് അവിടെ പോകുമ്പോൾ വ്യക്തതാക്കണം. ഏതാ അത് ഞാനത് വായിച്ചു, സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതി. അല്ല, ഹീമോഫീലിയക്കാര് ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പിലായിട്ടല്ല പെടുന്നത്. അതുകൊണ്ട് അവർക്കൊരു സ്പെഷ്യൽ ഇത് അവർ പറയുന്നില്ല. എന്ന് പറയുമ്പോൾ പ്രയോറിറ്റി ഇല്ല. ബട്ട് 45 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഹീമോഫീലിയ ആൾക്കും ബുക്ക് ചെയ്തിട്ട് വാക്സിൻ എടുക്കാൻ പറ്റുന്നതാണ്. അവിടെ പോകുമ്പോൾ ഞാൻ ഹീമോഫീലിയക്കാരനാണെന്ന് അറിയണം. അപ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്തതിന് ശേഷം ശേഷവും അവിടെ വിളിച്ച് ചോദിക്കുകയും വേണം വാക്സിൻ ഉണ്ടോന്ന്. കാരണം ഇപ്പൊ നമുക്ക് ഇന്നലെ ഒരാൾ വാക്സിൻ എടുക്കാൻ വന്നു, ഫാക്ടർ എടുക്കാൻ, ബട്ട് അവിടെ വിളിച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ വാക്സിൻ ഇല്ലാന്ന്. അപ്പോൾ നമുക്ക് കൊടുക്കുന്നതിന്റെ മാക്സിമം ഒരു 6 അവേഴ്സിനുള്ളിലെങ്കിലും, 1 അവറാണ് സജസ്റ്റ് എങ്കിലും 6 അവേഴ്സിനുള്ളിലെങ്കിലും ഫാക്ടർ എടുത്തിരിക്കണം. ഫാക്ടർ ഒരുപാട് വേണമെന്നില്ല, കാരണം 10% മുകളിലാണെങ്കിൽ ഫാക്ടർ വേണ്ടെന്നാണ്. അപ്പോൾ അവരുടെ ബോഡിയിൽ മിനിമം ഒരു 20% എങ്കിലും, ഇപ്പോൾ സിവിയറുകാരാണെങ്കിൽ ഒരു 20% അടുത്തെത്തുന്ന രീതിയിൽ ഫാക്ടർ കൊടുത്തു പോയാൽ വളരെ സുഖമായിട്ട് അവർക്ക് വാക്സിൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ബുക്കിംഗ് ഉണ്ടോ, വാക്സിൻ ഉണ്ടോ. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ബുക്കിങ്ങും വാക്സിൻ സ്ലോട്ടും ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അവർ ഫാക്ടർ എടുക്കുക. ഫാക്ടർ 10% to 20% അതിൻ്റെ ഉള്ളിൽ എടുത്ത് അവരെ ശരീരത്തിൽ സിവിയർ ആണെങ്കിൽ അത്ര ശതമാനം എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫാക്ടർ എടുത്തതിന് ശേഷം അവരവിടെ പോവുക. അവരവിടെ പോയതിനു ശേഷം അവിടുത്തെ ബുക്കിംഗ് ഫസ്റ്റ് സ്ഥലത്ത് തന്നെ പറയാം ഞാൻ ഹീമോഫീലിയ ആണെന്ന്. അപ്പോൾ അകത്ത് അവരൊരു സിറിഞ്ചിൽ വ്യത്യാസം വരുത്തും. പറഞ്ഞാൽ കട്ടി കുറഞ്ഞ സൂചി എടുക്കാം. കട്ടി കുറഞ്ഞ സൂചിയോട് കൂടി അവർ ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം ഒരു മിനിമം 10 മിനിറ്റ് എങ്കിലും നമ്മൾ കിട്ടിയ ആള് അത് അമർത്തി വെക്കണം. അമർത്തി പറഞ്ഞാൽ ഒരുപാട് വരരുത്, അങ്ങനെ അമർത്തി ഒന്ന് വെച്ചേക്കണം. കാരണം അവിടെ ഒരു ഹെമറ്റോമ വരാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം
അന്ന് എന്തായാലും ആ കൈ കൊണ്ട് ഒരുപാട് ഭാരപ്പെട്ട ജോലി ചെയ്യാതിരിക്കുന്നതന്നെയാണ് നല്ലത്. പിന്നെ അതിനുശേഷം ഏതൊരാൾക്കും വാക്സിൻ എടുത്തതിന്റെ ഭാഗമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ചിലവർക്ക് പനി വരാം, ശരീരവേദന വരാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിലും ഒരു പരിധിക്ക് അപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീമോഫീലിയ സെന്ററുമായിട്ട് ബന്ധപ്പെടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരസെറ്റമോൾ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മിക്കവാറും ആൾക്കാർക്ക് പാരസെറ്റമോൾ എടുത്തോടുകൂടി തന്നെ ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതെ ആയിട്ടുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തൊട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് അവിടെ തൊട്ട് നോക്കണമെന്നല്ല. ഒരു 2 മണിക്കൂർ, ഒരു 4 മണിക്കൂറുള്ളിൽ തൊട്ട് നോക്കിയിട്ട് നമുക്ക് സാധാരണ വരുന്നതിനേക്കാൾ ഒരുപാട് ഒരു ചണർപ്പ് പോലെ ഉണ്ടോ ആ എടുത്ത ഭാഗം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഏതൊരു ദിവസവും പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കുക. 45 കഴിഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രഘു സർ. താങ്ക് യു റാഫി, താങ്ക് യു വെരി മച്ച്. അപ്പോ സാറേ, ഒരു നമ്മുടെ കിസ്സിനെ നമുക്ക് ആദ്യത്തെ ഒരു 75% ടൈമും നമ്മൾ ഇത് അൺമ്യൂട്ട് ആയ കാരണം, ചാറ്റ് ബോക്സ് ഡിസേബിൾ ആയ കാരണം ആർക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം രജനി എന്ന് പറഞ്ഞൊരു കുട്ടി പ്രോഫിലക്സിസിന്റെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. രജനി, അത് ചാറ്റ് ബോക്സിലുണ്ട്. അപ്പൊ രജനിനെ ഒന്ന് എൻകറേജ് ചെയ്തേക്കു സർ. ഓക്കെ. അപ്പോ നമ്മുടെ ഈ പരിപാടിയുടെ അവസാനത്തെ ഇനമായിട്ടുള്ള നന്ദി പ്രകടനമാണ്. ആ നന്ദി പ്രകടനത്തിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പെട്ടെന്നാണ് നമ്മൾ പരിപാടി നിശ്ചയിച്ചിരുന്നത്. ഈ വർഷം മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുന്നംകുളം നഗരത്തില് സാധാരണക്കാരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചത് ഈ കോവിഡിന്റെ വർധനവും അതുപോലെ തന്നെ പോലീസിന്റെയും മറ്റു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് മാറ്റിവെക്കുകയാണ്. പക്ഷെ ഹീമോഫീലിയക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അവയർനെസ് വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടർ റാഫിയോട് റിക്വസ്റ്റ് ചെയ്ത് പെട്ടെന്നാണ് അറേഞ്ച് ചെയ്തത്. അതിന് വേണ്ട പോലെ എല്ലാവരും അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പരമാവധി കുറെ ആൾക്കാർ പങ്കെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അവരോട് എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കാനായിട്ട് നമ്മുടെ സെക്രട്ടറിമാരിലെ ഒരാളായിട്ടുള്ള ഭാഗീഷിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹലോ, ഹലോ കേൾക്കണമെന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട് പറഞ്ഞു. എന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ നന്ദി അറിയിക്കലാണ്. ഞാൻ അതിലേക്ക് ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ സുശീല ഡോക്ടർക്ക് ആദ്യമായി ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹീമോഫിലിയുടെ ക്ലാസ് അതിമനോഹരമായി എടുത്ത നമ്മുടെ ഡോക്ടർ റാഫി സാറിനും, അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ഗോകുൽ സാറ്, രഘുവേട്ടൻ, ഫിറോസ്, എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വെബിനാറിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അപ്പൊ ഈ പരിപാടി അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവരും ശ്രദ്ധിക്കുക. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ വാക്സിൻ എടുക്കണം. വാക്സിൻ അടുത്തുള്ള ഹെൽത്ത് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിവരം കിട്ടും. അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് വേണം കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. താലൂക്ക് ആശുപത്രികളിലുണ്ട്. ഇപ്പൊ കുറച്ച് താൽക്കാലികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭാവിയിൽ എല്ലാ സ്ഥലത്തും കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരും പരിഭ്രമിക്കേണ്ട. പിന്നെ എന്തെങ്കിലും ഹീമോഫീലിയക്കാർക്ക് കോവിഡിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സെന്ററായിട്ട് ബന്ധപ്പെടണം. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹീമോഫീലിയ സൊസൈറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടി നമുക്കിവിടെ അവസാനിപ്പിക്കാം.